മോളെ കൊല്ലാൻ ആ പായസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു മോളെ. അങ്ങനെ വിഷം കലർത്തിയവൾ തന്നെയാണ് ഇപ്പൊ പായസം കുടിച്ചിരിക്കുന്നത്. ഇതെവിടുന്ന? അറിയാവുന്ന ചെറിയ ചെറിയ പണികൾ ചെയ്തു. 850 രൂപയും കിട്ടി. മേലനങ്ങിയുള്ള പണിയാണോ ചെയ്ത? മേലനങ്ങാതെ പണി ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ മഞ്ജു? എന്നാലും കട്ടിപ്പണി വല്ലതും ആയിരുന്നു സഗറേട്ടാ? ഏയ്, അത്രയ്ക്ക് കട്ടിയൊന്നും ആയിരുന്നില്ല. എന്നാ നിസ്സാരമാണെന്ന് പറയാനും പറ്റില്ല. തോമസ് സാറിനെ പോലെ ആരെങ്കിലും വണ്ടി ഓടിക്കാൻ വിളിച്ചായിരുന്നോ? എന്റെ മഞ്ജു, ഇനിയിപ്പോ മാസ ശമ്പളത്തിന് ഞാൻ ആരുടെ കൂടെയും പോകുന്നില്ല. വണ്ടി ഓടിക്കാൻ ആരെങ്കിലും വിളിച്ചാ പോവും, ദിവസക്കൂലിക്ക്. അതുപോലെ മറ്റെന്ത് ജോലിക്കും ആര് വിളിച്ചാലും മടി കൂടാതെ പോയി ചെയ്യും. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ആവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട്. തൽക്കാലം അല്ലലില്ലാതെ ജീവിക്കാൻ അതൊക്കെ മതിയാവും. എന്നുവെച്ച് പാറ പൊട്ടിക്കാനും പാറ ചുമക്കാനൊന്നും അല്ലല്ലോ പോയത്, കൂലിപ്പണിക്കൊന്നും അല്ലല്ലോ. കൂലിപ്പണി എന്താ മോശമാണോ? ഉള്ളത് പറയാലോ, കൂലിപ്പണി ചെയ്യുന്നവരാണ് ആരോഗ്യമുള്ളവര്. വേണ്ടാത്ത അസുഖങ്ങളൊന്നും അവരെ ബാധിക്കില്ല. മനുഷ്യന് ആയുസ് കൂടണമെങ്കിൽ മണ്ണിൽ അധ്വാനിക്കണം മഞ്ജു. അല്ല, കൂലിപ്പണിയെ പുച്ഛിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്നുവെച്ച് ഞാൻ അതിനൊന്നും അല്ല പോയത് കേട്ടോ. അപ്പോഴേ നല്ല ക്ഷീണമുണ്ട്, ഞാനേ ഒന്ന് കുളിക്കട്ടെ. അപ്പോഴേക്കും മോള് ഭക്ഷണം എടുത്തു വെക്കി. അല്ല, ചൂടുവെള്ളം എടുക്കട്ടെ? ഏയ് വേണ്ട, ശരീരം നല്ല ചൂടാ. ആ ശരീരത്തിലേക്ക് തണുത്ത വെള്ളം വീഴുന്നതാ സുഖം. പിടിക്ക്. മോനെന്തെങ്കിലും ഒന്ന് ചോദിക്കേ, എന്തെങ്കിലും ഒന്ന് ചോദിക്കേ. കരുണേ, മോനെ പ്രതാപ, മോളെ ഇങ്ങോട്ടേക്ക് മാറ്റോ? ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലായമ്മേ? ലക്ഷ്മിയും കണ്ണനും പായസം കുടിക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ പിന്നാമ്പുറത്ത് പോയി നിന്നില്ലേ? ആ സമയത്ത് അവിടെ ഒരു സ്വാമി വന്നു. സ്വാമിയോ? ആ, ഏതോ ഒരു കള്ളസ്വാമി. അയാൾക്ക് തണുത്ത പായസം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന പായസം ലക്ഷ്മി കൊണ്ടുപോയി അയാൾക്ക് കൊടുത്തു. എന്നിട്ട് അവര് കുടിക്കാൻ വെച്ചിരുന്ന പായസം എടുത്ത് ഫ്രിഡ്ജിലും വെച്ചു. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എനിക്കൊന്നും അറിയത്തില്ലമ്മേ. ഒരുപക്ഷെ മുത്തശ്ശിയും കരുണയും കൂടി പ്ലാൻ ചെയ്തതൊക്കെ ഏട്ടത്തി അറിഞ്ഞാണോ?
എന്നിട്ട് അതിന്റെ തിരിച്ചടി തരാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്വാമിയോടെ വരുത്തിയത്. അങ്ങനെ ആയിരിക്കും അച്ഛാ. അതെ, അതിനേ വഴിയുള്ളൂ. അതായത് കണ്ണനും മഹാലക്ഷ്മി അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എടാ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കുന്നതിൽ അർത്ഥമുണ്ടോടാ? ഏട്ടത്തി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏട്ടത്തി ആട്ടി വിടുമെന്ന് അവർക്കറിയാം. എന്നാലും അവര് വരാതിരിക്കില്ല. കരുണയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവര് കാണാൻ ശ്രമിക്കും. ദേ നോക്ക്, ഇത്തവണ വന്നിട്ട് കൂടിയില്ല. നമ്മുടെ പേരക്കുട്ടിയെ കളഞ്ഞിട്ട് എന്റെ മോളെ ഈ ഗതിയിലാക്കിയവളെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ അമ്മേ? എന്ത് ചെയ്യാന്? കൊറേ നാളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടപ്പ് തുടങ്ങിയിട്ട് എന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ? തിരിച്ചടി മാത്രം നമുക്ക്. ഇപ്പൊ കണ്ടില്ലേ, ഇതുവരെ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെ മോളിലോട്ട് നോക്കിയിരിക്കുക. മോള് പറഞ്ഞൊക്കെ കേട്ടോ? അയ്യോ, മോളുടെ സമനില പോയെന്നോ തോന്നുന്നേ. ഇതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോ ഒരു കുഞ്ഞ് ജനിച്ചേനെ. അത് ഏട്ടനും ഏട്ടത്തിക്കും വലിയ തിരിച്ചടിയായനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാരും കൂടി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കി വെച്ചല്ലോ. സാരമില്ല മോനെ, സാരമില്ല. ഇനിയും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമല്ലോ. അവൾക്കത് സ്വപ്നം കാണാൻ മാത്രമല്ലേ പറ്റൂ. ഒരു കുഞ്ഞ് അവളുടെ ജീവിതത്തിൽ ഈ ജന്മം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് ഇനി ഞാനിവിടെ നിന്ന് എനിക്ക് ശ്വാസം മുട്ടും. ഞാനൊന്ന് പോയിട്ട് വരാം. അന്ന് അവള് പായസം കുടിക്കട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ പുറത്തേക്ക് പോയത്. അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചേയില്ല. അവിടെ ഒരു സ്വാമി വന്ന കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞില്ലടാ. അവർക്ക് എന്തൊക്കെയോ ദിവ്യശക്തിയുണ്ട്. ഏട്ടത്തിക്ക് അല്ലെങ്കിൽ അവർക്ക് വരേണ്ട ആപത്തുകള് ഇങ്ങനെ ഒഴിഞ്ഞു പോവില്ല. അവളെ സാത്താൻ കൂടിയ സന്തതിയാ, എന്തോ ചെയ്യാൻ പറ്റും. അവൾക്കെതിരെ നമ്മൾ അസ്ത്രം അയച്ചാ അത് തിരിച്ച് നമ്മുടെ കണ്ണി വന്ന് കൊള്ളും. അതാണ് അവളുടെ ജാതകം. ഒരു വൃത്തികെട്ട മെനകെട്ട ജാതകം. ഓ, എനിക്കത് ഓർക്കാൻ പോലും. എനിക്കറിയാൻ വയ്യ കുഞ്ഞിനോട് തന്നെയാണ്. അമ്മ വന്നായിരുന്നോ? വന്നടി, വന്നു. എന്റെ കുഞ്ഞിന് പായസത്തിൽ വിഷം കലർത്തി മോളും അമ്മയും മരുമകനും കൂടി കൊടുത്തിട്ട് നീയൊക്കെ കഥകൾ ഉണ്ടാക്കിയ അല്ലേടേ? ഞങ്ങളാരും അല്ല അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതി നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും. നിർത്തണേ. എന്റെ അമ്മയുടെ നേർക്ക് ഇനി നിങ്ങൾ കൈ പൊക്കരുത്. എന്റെ കയ്യെ കടുത്തു പിടിക്കാൻ മാത്രമായോടി?
കടന്നു പിടിക്കാൻ മാത്രമല്ല, പ്രായം പോലും നോക്കാതെ ചിലപ്പോ ഞാനും നിങ്ങളുടെ നേർക്ക് കൈ പൊക്കിന്ന് വരും. ഞാനും എന്റെ അമ്മയും കണ്ണേട്ടനും കൂടി പായസത്തിൽ വിഷം കലർത്തിയല്ലേ? ആ വിഷം എവിടെ നിന്ന് വന്നു എന്ന് വേണമെങ്കിൽ തെളിയിച്ചു തരാം. ഇനിയും ഞങ്ങളെ പ്രതിയാക്കി സംസാരിച്ചാലുണ്ടല്ലോ, ഇത് ഞാനും കണ്ണേട്ടനും കൂടി കേസാക്കും. പോലീസുകാര് വന്ന് അമ്മയും മോനെയും കൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാലേ നടന്നതൊക്കെ നിങ്ങളുടെ നാവിന്ന് തന്നെ പുറത്തു വരും. അതാ മോളെ വേണ്ടത്. എന്റെ കരുണമോളുടെ കുഞ്ഞിനെ കളഞ്ഞിട്ടിപ്പോ നമ്മളെ പ്രതികളാക്കാൻ നോക്കുക. എവിടുന്നാടി ആ സമയത്ത് ഇവിടെ ഒരു സ്വാമി വന്ന് കയറിയത്? ആ സ്വാമി എല്ലാം അറിഞ്ഞിട്ട് വന്നതാ, നിങ്ങളുടെ ചതി മുഴുവൻ. കരുണയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടെങ്കിലേ അവളും നിങ്ങളും നിങ്ങളുടെ മോനും മാത്രാ അതിന്റെ അവകാശികൾ. അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ട ആരും. അതിന്റെ പേരിൽ എന്റെ അമ്മയെ ചോദ്യം ചെയ്യാനും അമ്മയുടെ കരുണത്തടിക്കാനും ആരും നോക്കണ്ട. കരുണയുടെ അച്ഛൻ ഇവിടെ വന്നു നിന്ന് ഇതുപോലെ തളച്ചതാ. അവസാനം പത്തി മടക്കിയാ ഇവിടുന്ന് പോയത്. നീ നോക്കിക്കോടി, നിന്റെ കെട്ടിയോൻ ഒരു കാലത്തും എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല. അവന്റെ ഒരു കുഞ്ഞിനെ നീ പ്രസവിക്കാനും പോകുന്നില്ല. അവരുടെ നാവൊന്നും ഫലിക്കാൻ പോകുന്നില്ലമ്മേ. അവരൊക്കെ അങ്ങനെ പറഞ്ഞാലേ അതിന് വിപരീതമായിട്ടേ സംഭവിക്കൂ. മതി. എന്തോ ഇന്ന് നല്ല വിശപ്പുണ്ട്. അതുപോലുള്ള ജോലി എന്തെങ്കിലും ചെയ്തു കാണും, അതുകൊണ്ടാ വിശപ്പ് കൂടിയത്. ഏയ് അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ ഒന്നുമില്ല. ആ കൈയൊന്ന് കാണിച്ചേ. കാണിക്ക്, കൈയൊന്ന് കാണിക്ക്. സാഗരയുടെ വെറുതെ ബലം പിടിക്കാതെ കൈയൊന്ന് കാണിച്ചേ. മഞ്ജു കാണിക്കും അങ്ങോട്ട്. ഇനി ഒന്നും മറച്ചു വെക്കണ്ട. ചെയ്യാത്ത ജോലി ചെയ്തല്ലേ. ആദ്യമായിട്ട്
ഓരോരോ പണി ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും. 2 ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. കൂലി പണിക്ക് പോയല്ലേ? അങ്ങനെയൊന്നുമില്ല. പരിചയമുള്ളൊരു മേസ്ത്രി ഉണ്ടായിരുന്നു. അയാളുടെ സൈറ്റിൽ ഒരു പണിക്കാരൻ്റെ കുറവ് വന്നപ്പോൾ 1-2 ആഴ്ച കൂടെ നിൽക്കാൻ പറഞ്ഞു. മെക്കാട് പണിയാ, എന്നാലും കുഴപ്പമില്ല, കാര്യങ്ങൾ നടന്നു പോവുമല്ലോ. സാഗരേട്ടാ, തരക്കേടില്ലാത്തൊരു ജോലി കിട്ടുന്നത് വരെ സാഗരേട്ടൻ പരിചയമില്ലാത്ത ഒരു പണിക്കും പോണ്ട. അതെ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ടുണ്ട്. അവളിപ്പോ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുവാ, സെയിൽസ് ഗേൾ ആയിട്ട്. നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫോട്ടോയെ മാനേജറെ കാണിച്ചപ്പോ വന്നോട്ടേന്ന് അയാള് പറഞ്ഞു എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. മഞ്ജു, ജോലിക്ക് പോകുന്നതിന് ഞാൻ എതിരല്ല. മാന്യമായിട്ടുള്ള ഏത് ജോലിയും ചെയ്യാം. എന്നാ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ വീടിനകത്ത് കഥകടച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ജോലി അന്വേഷിച്ച് അലയാനും സമയമില്ല. പിന്നെ കിട്ടിയ ജോലി അങ്ങനെ തന്നെ തുടരട്ടെ മഞ്ജു. ഇതിലും നല്ലത് കിട്ടുമ്പോൾ നമുക്ക് മാറാലോ. നല്ല ഡ്രൈവർമാർക്കൊക്കെ ഇപ്പം ഭയങ്കര ഡിമാൻഡാ. ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് വണ്ടി ഓടിക്കാനും വിളിക്കും. ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെക്കാം. ബാക്കി എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്നാ എന്റെ തീരുമാനം. എന്നാലും കുടുംബം പോറ്റാൻ വേണ്ടി ഇത്രയൊന്നും വേണ്ടായിരുന്നു സാഗരേട്ടാ. മെക്കാട് പണിയെടുത്തും ചുമടെടുത്തും അന്തസ്സായിട്ട് കുടുംബം നോക്കുന്നവരില്ലേ? ആണുങ്ങൾ മാത്രമല്ലല്ലോ, പെണ്ണുങ്ങളും ആ പണിക്കൊക്കെ പോകുന്നില്ലേ? പിന്നെന്താ കുഴപ്പം? തഴമ്പ് പൊട്ടിയതുകൊണ്ട് എരിവ് കൈ തട്ടുമ്പോ വേദനയുണ്ടാവും. അത് നല്ലതാ. പെട്ടെന്ന് തൊലി പോയത് അതങ്ങ് സെറ്റായിക്കോളൂ. നീ കഴിക്കും മഞ്ജു, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ താഴേന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. മഞ്ജു രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിനകത്തിരിക്കണമെന്ന് ഞാൻ പറയില്ല. ആ സമയം നീയും എൻഗേജ്ഡ് ആയിക്കോ, നമുക്ക് ഒന്നിച്ചു പൊരുതാം. അങ്ങനെയെങ്കിൽ ദൈവങ്ങൾ നമുക്കൊപ്പം ഉണ്ടാവും. എന്താ ഇത്? ഭർത്താവ് ജോലിക്ക് പോകുന്നത് സങ്കടമായി കരുതുന്ന ഭാര്യമാര് ഇക്കാലത്ത് കുറവാട്ടോ. കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ ഭർത്താവിനെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാ ഇന്നത്തെ കാലത്തെ മിക്ക പെൺകുട്ടികളും. ശരി, ആയിക്കോട്ടെ, ഇനി ഞാനൊന്നും പറയുന്നില്ല. ഇതിപ്പോ ആരോട് പറയാനാ? പായസത്തിൽ വിഷം കലർന്ന കാര്യമേ മഹാലക്ഷ്മി അറിഞ്ഞു കാണും. എന്നിട്ടായിരിക്കും അവള് പായസം മാറ്റിയത്. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നേനെ. നിന്റെ അമ്മയുടെ പിറന്നാള് ദിവസം അവിടെ വന്ന സ്വാമി എന്താടി പായസത്തിന് കലക്കി ഒഴിച്ചത്? ഓഹോ, എന്റെ വീട്ടിലെ സംസാരം ഇപ്പൊ ഇവിടെയും തുടങ്ങിയോ?
പായസത്തിനകത്ത് വിഷം കലർത്തി എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ നോക്കിയത് കരുണയും അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെയാ. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് കഥകൾ നിങ്ങൾ പൊളിച്ചെഴുതാൻ നോക്കണ്ട. ഞാൻ അല്ലടാ പൊളിച്ചെഴുതിയത്. ദൈവം പറഞ്ഞു വിട്ടതുപോലെയാ ആ സ്വാമി പിറന്നാൾ ദിവസം എന്റെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ അദ്ദേഹം വന്നതുകൊണ്ട് മാത്ര നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തോട് തീർത്താ തീരാത്ത അസൂയ. അത് അവളുടെ വയലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞതോടെ കൂടി. പിന്നെ ഏത് മാർഗം സ്വീകരിച്ചിട്ടായാലും ആ കുഞ്ഞിനെ കൊല്ലണമെന്ന് നിങ്ങൾക്ക് വാശിയായി. ആ വാശിയാണ് ഇപ്പൊ തീർത്തത്. നിർത്ത. സ്വന്തമായിട്ടുണ്ടാക്കുന്ന കഥകളൊക്കെ മനസ്സിൽ തന്നെ വെച്ചാ മതി, എന്നോട് പറയണ്ട. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? ഞാൻ സംസാരിക്കുമ്പോ എന്നോട് നിർത്താൻ പറയോ നീ? അതെ, നിർത്താൻ പറയും. എന്താ കുഴപ്പം?